എല്ലാവർക്കും ലാവോസ് കിച്ചൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. ഇന്നത്തെ റെസിപ്പി എന്ന് പറയുന്നത് കരിമീൻ പൊരിച്ചതാണ്. വളരെ പെട്ടെന്ന് തയ്യാറാക്കിയെടുക്കാൻ പറ്റുന്നൊരു റെസിപ്പിയാണ്. അപ്പോൾ നമുക്ക് വീഡിയോ കണ്ടു നോക്കാം. മീൻ പൊരിക്കാൻ വേണ്ടിയിട്ട് ഞാനിവിടെ 2 കരിമീൻ എടുത്തിട്ടുണ്ട്. അപ്പോൾ കരിമീനൊക്കെ നന്നായിട്ട് ക്ലീൻ ചെയ്തതിന് ശേഷം ഇതുപോലെ ഒന്ന് കത്തി വെച്ചിട്ട് ഇട്ട് കൊടുത്തിട്ടുണ്ട്. അപ്പോൾ വരി ഇടുന്നത് എന്തിനാണെന്ന് വെച്ചാൽ മീനിൽ മസാലയ്ക്ക് നന്നായിട്ട് പിടിക്കാൻ വേണ്ടിയിട്ടാണ്. അപ്പോൾ ഇനി നമുക്ക് മസാല തയ്യാറാക്കിയെടുക്കാം. മിക്സിൻ്റെ ചെറിയ ജാറിലേക്ക് 2 ചെറിയ ഉള്ളി ഇട്ട് കൊടുക്കാം. ചെറിയ ഉള്ളിയൊക്കെയാണ് ഇതിൻ്റെ ടേസ്റ്റ് കൊടുക്കുന്നത്. അതുപോലെ തന്നെ ഒരു ചെറിയ കഷ്ണം ഇഞ്ചി, ഒരു 3-4 അല്ലി വെളുത്തുള്ളി ഇട്ട് കൊടുക്കുന്നുണ്ട്. അപ്പോൾ ചെറിയ പീസായതുകൊണ്ടാണ് ഒരു 3-4 ഇട്ട് കൊടുക്കുന്നത്. അതുപോലെ തന്നെ 1 ടീസ്പൂണ് മുഴുവനായിട്ടുള്ള കുരുമുളകും കൂടി ചേർത്ത് കൊടുക്കുന്നുണ്ട്. ഇനി നമുക്ക് ഇതിലേക്ക് പൊടികളാണ് ആവശ്യം. ഒരു 1/4 ടീസ്പൂൺ മഞ്ഞൾപ്പൊടി, 1.5 ടീസ്പൂൺ കശ്മീരി മുളക് പൊടി, 1 ടീസ്പൂൺ സാധാരണ മുളക് പൊടി, ഒരു 1/2 ടീസ്പൂൺ മല്ലിപ്പൊടി, ഇതെല്ലാം കൂടി ചേർത്ത് കൊടുത്തിട്ടുണ്ട്. ഇനി നമുക്ക് ആവശ്യത്തിന് ഉപ്പും കൂടി ചേർത്ത് കൊടുക്കുന്നുണ്ട്. അപ്പോൾ ഉപ്പ് ചേർത്തതിന് ശേഷം നമ്മൾ ഇതിലേക്ക് വിനാഗിരിയാണ് ചേർത്ത് കൊടുക്കുന്നത്. അപ്പോൾ വിനാഗിരിക്ക് പകരം നിങ്ങളുടെ കയ്യിൽ ചെറുനാരങ്ങ നീരുണ്ടെങ്കിൽ അതും കൂടി ചേർത്ത് കൊടുക്കാം. അപ്പോൾ അതാകുമ്പോൾ ഒരു ടീസ്പൂൺ ചേർത്ത് കൊടുത്താൽ മതി. വിനാഗിരി ഞാൻ 1 ടീസ്പൂണാണ് ചേർത്ത് കൊടുക്കുന്നത്. അപ്പോൾ ഇതെല്ലാം കൂടിയിട്ട് മിക്സിയിലിട്ട് നല്ല പേസ്റ്റ് പോലെ അരച്ചെടുക്കണം. അപ്പോൾ അരയാൻ ബുദ്ധിമുട്ടാണെങ്കിൽ കുറച്ച് ഒരു 1-2 ടേബിൾ സ്പൂൺ വെള്ളം കൂടി ചേർത്തിട്ട് നന്നായിട്ട് പേസ്റ്റ് പോലെ അരച്ചെടുക്കണം. അപ്പോൾ ഞാനിത് അരച്ച് കൊണ്ടുവന്നിട്ടുണ്ട്. അതിനുശേഷം നമ്മൾ ഈ മസാല മീനിലേക്ക് നന്നായിട്ട് പുരട്ടി യോജിപ്പിച്ചെടുക്കണം. മസാലയൊക്കെ നന്നായിട്ട് മീനിലേക്ക് പിടിപ്പിച്ച് കൊടുക്കണം. അപ്പോൾ വെള്ളം കൂടുതലായി കഴിഞ്ഞാൽ നല്ല പേസ്റ്റ് പോലെ കിട്ടില്ല. അതുപോലെ തന്നെ മീനിൽ ഒട്ടും മസാലയൊന്നും പിടിക്കില്ല. അതുകൊണ്ട് വെള്ളം വളരെ കുറച്ച് മാത്രം ഉപയോഗിക്കുക. എന്നിട്ട് നമ്മൾ ഈ കീറൊക്കെ ഇട്ട് വെച്ചില്ലേ, ആ ഒരു കീറിലൊക്കെ നന്നായിട്ട് അതിനെ മസാല ഒന്ന് പുരട്ടി കൊടുക്കുക. അതുപോലെ തന്നെ മീനിൻ്റെ അകത്തൊക്കെ ആ ക്ലീൻ ചെയ്ത ആ വയർ ഭാഗമൊക്കെ ഉണ്ടല്ലോ, അതിലൊക്കെ നന്നായിട്ടൊന്ന് മസാലയ്ക്ക് ഒന്ന് പുരട്ടി കൊടുക്കാം. അപ്പോൾ നിങ്ങൾ ഇതുപോലെ മസാലയ്ക്ക് ഉണ്ടാക്കിയിട്ട് ബാക്കി വരുവാണെങ്കിൽ നിങ്ങൾക്ക് ഫ്രിഡ്ജിൽ സൂക്ഷിച്ചാൽ മതി. ഒരു 2-3 ദിവസമൊക്കെ കേടുകൂടാതെ നിൽക്കും. ഇനി നമ്മൾ ഈ മസാലയ്ക്ക് നന്നായിട്ട് പുരട്ടി വെച്ചിട്ടുണ്ട് മീനിലേക്ക്. ഇതൊരു 20 മിനിറ്റെങ്കിലും റെസ്റ്റ് ചെയ്യാൻ വെക്കണം. ഫ്രിഡ്ജിൽ വെച്ചാൽ മതി, ഫ്രീസറിലല്ല, ഫ്രിഡ്ജിൽ വെച്ചാൽ മതി. ഇതിപ്പോൾ 20 മിനിറ്റിന് ശേഷമാണ് നാടൻ വെളിച്ചെണ്ണ പാനിലേക്ക് ഒഴിച്ചു കൊടുത്തിട്ടുണ്ട്. അപ്പോൾ ഒന്ന് ചൂടായി വരുന്ന സമയത്ത് 2 തണ്ട് കറിവേപ്പില കൂടി ചേർത്ത് കൊടുക്കുന്നുണ്ട്. നമ്മൾ മസാലയ്ക്ക് പുരട്ടിയിട്ട് വെച്ചിട്ടുള്ള മീനും കൂടി ചേർത്ത് കൊടുക്കാം. അപ്പോൾ ഇത് മീൻ വെച്ച് കൊടുക്കുന്ന സമയത്ത് ഒരു ഹൈ ഫ്ലെയിമിൽ ഇട്ട് കൊടുക്കുക. ജസ്റ്റ് ഒരു മിനിറ്റ് കഴിയുമ്പോഴേക്കും ലോ ടു മീഡിയം ഫ്ലെയിമിൽ ഇട്ടിട്ട് നന്നായിട്ടൊന്ന് മൊരിച്ചെടുക്കണം. അപ്പോൾ എണ്ണയൊക്കെ ഒന്ന് മീനിൻ്റെ മുകളിലോട്ടേക്ക് ആക്കി കൊടുക്കുക. അപ്പോൾ ഞാൻ ഇത് ഒരുപാട് എണ്ണയൊന്നും യൂസ് ചെയ്തിട്ടല്ല മീൻ പൊരിക്കുന്നത്. വളരെ കുറച്ച് എണ്ണ യൂസ് ചെയ്തിട്ടാണ് മീൻ പൊരിച്ചെടുക്കുന്നത്. അപ്പോൾ അതൊക്കെ ഓരോരുത്തരുടെ ഇഷ്ടത്തിനനുസരിച്ച് ശരിക്കും എണ്ണയിലൊക്കെ മുക്കി പൊരിക്കണമെന്നാണെങ്കിൽ അങ്ങനെ ചെയ്താൽ മതി. അപ്പോൾ ഇത് ഒരു സൈഡ് കുക്കാവുമ്പോൾ ഒരു 5-10 മിനിറ്റൊക്കെ എടുക്കും. ലോ ടു മീഡിയം ഫ്ലെയിമിൽ വെച്ചിട്ടല്ലേ ചെയ്യുന്നത്. അപ്പോൾ കുറച്ച് ഹാർഡായിട്ടുള്ളൊരു മീൻ കൂടിയാണ്, പക്ഷെ പെട്ടെന്ന് കുക്കായിക്കോളും. ഒരു 5-10 മിനിറ്റൊക്കെ കഴിയുമ്പോൾ നമുക്ക് തിരിച്ചിട്ട് കൊടുക്കാം. ഇതിപ്പോൾ ഒരു സൈഡ് ഏകദേശം റെഡി ആയിട്ടുണ്ട്. നമുക്ക് തിരിച്ചിട്ട് കൊടുത്തിട്ട് അതുപോലെ തന്നെ ഒരു 5-10 മിനിറ്റൊക്കെ നമുക്ക് കുക്ക് ചെയ്തെടുക്കാം. അപ്പോൾ നിങ്ങൾക്ക് സവാളയുടെ ടേസ്റ്റ് ഇഷ്ടമാണെങ്കിൽ സവാളയോ അല്ലെങ്കിൽ ചെറിയ ഉള്ളിയോ ഒന്ന് പീസാക്കിയിട്ട് ഈ ഒരു സമയത്ത് നിങ്ങൾക്ക് വെച്ച് കൊടുക്കാം. ഇതിപ്പോൾ ഏകദേശം റെഡി ആയിട്ടുണ്ട്. അപ്പോൾ ആ കറിവേപ്പിലൊക്കെ ടേസ്റ്റ് വരുമ്പോൾ നല്ലൊരു സ്പെഷ്യൽ ടേസ്റ്റ് നമുക്ക് മീൻ പൊരിച്ചതിന് കൊടുക്കുന്നുണ്ട്. അങ്ങനെ നമ്മുടെ ഈസി ആയിട്ട് ഫിഷ് ഫ്രൈ തയ്യാറായിട്ടുണ്ട്. അപ്പോൾ നിങ്ങൾക്ക് കരിമീനിന് പകരം അയലയോ നിങ്ങൾക്ക് കിട്ടുന്ന ആവോലിയോ ഏത് ഫിഷ് വേണമെങ്കിൽ ചെയ്തെടുക്കുക ഇതുപോലെ. അപ്പോൾ ഇതുപോലെ ഉണ്ടാക്കി നോക്കുക. എന്നിട്ട് കമൻറ്റ്സ് അറിയിക്കാൻ മറക്കരുത്. ഇന്നത്തെ റെസിപ്പി ഇഷ്ടപ്പെടുവാണെങ്കിൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, കമൻറ്റ് ചെയ്യുക. ചാനൽ പുതുതായിട്ട് കാണുന്നവരാണെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്തിട്ട് തൊട്ടടുത്ത് കാണുന്ന ഓൾ എന്ന ബെൽ ബട്ടൺ പ്രസ് ചെയ്യാനും മറക്കരുത്. അപ്പോൾ നമുക്ക് അടുത്ത റെസിപ്പിയുമായി കാണുന്നത് വരെ നന്ദി, നമസ്കാരം.